ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം, ഓൾമോസ്റ്റ് 1 മന്തിന് ശേഷം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. പുതിയ ഐറ്റമായിട്ട് ഇത് കണ്ടല്ലോ, FMSൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസായിട്ടുള്ള ഡിഫൻഡർ 1:10 സ്കെയിൽ 110 എന്ന് പറയുന്നത് ഡിഫൻഡറിൻ്റെ ആ ഒരു സൈസാട്ടോ. സോ ഇതിൻ്റെ 1:24 സ്കെയിൽ മോഡൽസൊക്കെയാണ് നമ്മളിവിടെ ഇത്ര നാൾ ഓടിച്ചുകൊണ്ടിരുന്നതും കണ്ടതെല്ലാം. ഇതിപ്പോൾ 1:10 സ്കെയിൽ ഹെവി ഐറ്റം ഇറക്കിയിരിക്കുകയാണ്. യെസ്, നമുക്ക് പിന്നെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഞാനെന്തേ ഫസ്റ്റ് ടൈമാണ് ഐറ്റം കാണാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇത്ര വലിയ സ്കെയിലായതുകൊണ്ട് തന്നെ സംഭവം ഇത് 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഡിഫൻഡർ, റേഞ്ച് റോവർ, അങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പാടാണ് ഗൈസ്. യെസ്, ഞാൻ കണ്ടു, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. സൈഡായത് തരണോ? കണ്ടോ? ഓ ഗൈസ്, മാനുവൽ ബുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. എങ്ങനെയുണ്ട് സാധനം? മൂടല്ലേ? ഓ, ഭയങ്കര ഹെവി ഡീറ്റെയിൽ ഉണ്ട് സംഭവം. ക്യാമൽ ട്രോഫി മോഡൽ കൊള്ളാം. അപ്പോൾ ആ ചെറുത് 1:24 കണ്ടിട്ട് 1:10 സ്കെയിൽ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഹെവി ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ആണ്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ബമ്പറുണ്ടോ, ആ ഒരു ക്യാമൽ ട്രോഫി എഡിഷൻ, എല്ലാ ഒരു പഴയ ഒരു റിയൽ ഡിഫൻഡറിൽ വരുന്ന പോലത്തെ ഒരു ബമ്പേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ്, നമുക്ക് ഇഷ്ടമുള്ള നമ്പറൊക്കെ അടിക്കാം. നമുക്കിപ്പോൾ കസ്റ്റം ബോക്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ള നമ്പർ പ്ലേറ്റ്സൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ചെറിയൊരു വിഞ്ചൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. പിന്നെ ഒരു ഗ്രില്ലൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 2 ലൈറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ഓൾറെഡി വർക്കിംഗ് ആണ്, ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഓൾറെഡി വർക്കിംഗ് ആണ്. നമുക്ക് എന്തായാലും ഓൺ ചെയ്ത് നോക്കാം. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു ഫെൻഡർ, ആ ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന ആ ഒരു എയർ ഇൻടേക്ക്, ആ ഒരു സെറ്റപ്പൊക്കെ കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതേ ഒരു സ്നോർക്കൽ, പഴയ ഒരു ടൈപ്പ് സ്നോർക്കൽ കൊടുത്തിട്ടുണ്ട്. വൗ, കൊള്ളാം. പിന്നെ ഡോർ ഹാൻഡിൽസും അങ്ങനെ സൈഡ് മിറേഴ്സൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആട്ടോ. ആ സൈഡ് മിറേഴ്സും സാധനങ്ങളെല്ലാം വന്നിട്ട് തന്നെ ഭയങ്കര ആ ഒരു ഫ്രണ്ട് ലുക്ക് നല്ല ഹെവി ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ്സൊക്കെ വർക്കിംഗ് ആണോ, ഈ ലൈറ്റ്സൊക്കെ വർക്കിംഗ് ആണ്. നമുക്ക് പിന്നെ ഈ ക്യാരിയർ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി ലഗേജസ് ഒക്കെ വെച്ചിട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാരിയർ വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ക്യാൻ വെക്കാനുള്ള കുറേ സെപ്പറേറ്റ് സെറ്റപ്പ്. പിന്നെ ബാക്ക് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഭംഗിയുണ്ട്. ബാക്ക് പോർഷൻ കാണാനാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പിനി അതിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെ ലാഡർ, പിന്നെ ബ്രേക്ക് ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടൊരു എന്താ പറയുക, ഒരു മെറ്റൽ പീസൊക്കെ പോലെ റിയൽ വണ്ടിയിൽ വരില്ലേ, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗാർഡ്. ഇതിൽ പ്ലാസ്റ്റിക്കാണ്, പക്ഷേ നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് വശം കാണാനാണെങ്കിൽ നല്ല ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് ടോയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ചെയ്യാം, അതിനുള്ളൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ലൈറ്റ്സ്, ഇൻഡിക്കേറ്റേഴ്സ് സെറ്റ്. ഫാക്ടറിയിൽ നിന്ന് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വണ്ടി വന്നിരിക്കുന്നത്. നമുക്ക് പണിയാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. ഇത് പണിയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഡിയയിൽ ഒരു നല്ലൊരു മെറ്റൽ വീൽസ് ഇടാം. നല്ലൊരു മെറ്റൽ വീൽസ് ഈ കളറിലോട്ടാക്കുക, അല്ലെങ്കിൽ വൈറ്റ് കളർ ചെയ്യാം. എന്നിട്ട് ബാക്കി ആക്സറീസ് എല്ലാം ലോഡ് ചെയ്യുക, മുകളിൽ ആക്സറീസ് ചെയ്യുക, ലൈറ്റ് കൊടുക്കേണ്ട സ്ഥലത്തെല്ലാം ലൈറ്റ് ചെയ്യുക, ഒരു വിഞ്ച് വെക്കുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്, ഒന്നും പറയാനില്ല, അത്ര ഹെവി. അപ്പോൾ ഈ ഐറ്റം ഫോർ സെയിലാണ്. ഇത് ഞാൻ എന്തായാലും എടുത്ത് കീപ്പ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് കീപ്പ് ചെയ്യാനൊക്കെ തോന്നും, പക്ഷേ കീപ്പൊന്നും ചെയ്യുന്നില്ല. ഇത് RC മോട്ടോർസിൻ്റെ ആണ്. അപ്പോൾ ഇത് ഫോർ സെയിലാണ്. മേടിക്കേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ RC മോട്ടോർസിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി കോൺടാക്റ്റ് ചെയ്യാം. ഒറ്റ പീസ്, ബാക്കിയുള്ളതെല്ലാം പുറകെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അവൈലബിലിറ്റി ഇപ്പോൾ ഇല്ല, ഒരൊറ്റ പീസേ നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ. സോ ഇതാണ് ഐറ്റം, ഒരു രക്ഷയില്ല. നന്നായിട്ട് പണിയേണ്ടവർക്ക് പണിയാം, നല്ല സ്കെയിൽ ലുക്ക് വേണ്ടവർക്ക് സ്കെയിൽ ലുക്കിൽ വരുന്നൊരു ഐറ്റം. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഒരു 50,000, 50 to 53 അങ്ങനത്തെ ഒരു കോസ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഒരു ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ കോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടും. RC മോട്ടോർസിൻ്റെ 2 നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, ഒന്ന് വാട്സപ്പ് നമ്പറും പിന്നെ കോൾ ചെയ്യാനുള്ള നമ്പറും. ഓക്കെ, ഹിയാ ഗൈസ്, മൂഡ് സാധനം എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ ഡിഫൻഡർ സെറ്റല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ അത് ചുമ്മാ ഒന്നുമില്ല, ആക്സറീസ് ചെയ്യാം, വീൽസ് ഇടുക, വിഞ്ചി കയറ്റുക, മോട്ടറൊക്കെ പറ്റുമെങ്കിൽ ഫ്യൂഷൻ അങ്ങ് ആഡ് ചെയ്യുക. പിന്നെ എന്താ പറയുക, വേറെ ഒന്നും ചെയ്യാനില്ല ഗൈസ്. അതുപോലെ അത്രയും ഹെവി ലോഡഡ് ആയിട്ടാണ്
ആ ഒരു ഫാക്ടറിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല. ഓ ഗൈസ്, ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റ് വർക്ക്സ് കാണിച്ചു തരാം. കണ്ടോ, ഇതുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ലൈറ്റ് പരിപാടികൾ. ഭയങ്കര കിടില ലുക്കാണ്, ഇതുണ്ടല്ലോ. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും കണ്ടോ ഒരു ലൈറ്റ് ഉണ്ട്. റിവേഴ്സ് എടുക്കുമ്പോൾ ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈറ്റ് വർക്ക്സ് പരിപാടി. കൊള്ളാം, സെറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ മേളിലത്തെ ഈ ഒരു സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിലിത് വെക്കാനായിട്ടാണ് നമുക്ക് ഈ ജെറി ക്യാനും പിന്നെ കുറച്ചധികം ആക്സസറീസ് ഉണ്ട് ഇതിൻ്റെ കൂടെ, കണ്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടെ കമ്പനി തന്നെ തരുന്ന കുറച്ച് ആക്സസറീസ് ഉണ്ട്. സോ ഇത് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവൻ്റെ ചെയ്സ് നോക്കാം. ഇതുണ്ടല്ലോ, അതായത് ഈ ലിങ്കേജസ് എല്ലാം മെറ്റലാണ്, ഇതൊക്കെ മെറ്റലാണ് വന്നിരിക്കുന്നത്. ഇത് ഈ ഒരു ഷാഫ്റ്റ് പ്ലാസ്റ്റിക്കാണ്, മനസ്സിലായോ. പിന്നെ ഇത് ഈ ഒരു പോർഷൻ ഇത് മെറ്റലാണ്, ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലോക്ക് ബട്ടൺ, അതായത് ഈ ബോഡി തുറക്കുന്നത് ഇത് കണ്ടോ, ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടോ, ഈ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഇത് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറക്കും. യെസ് ഗൈസ്, അപ്പോൾ അതെ നമ്മുടെ സെയിം ലാൻഡ് ക്രൂയിസറിലും ഈ പറഞ്ഞ പോലെ FMSൻ്റെ ഒരു പഴയ മോഡൽസിലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു സെയിം ആ ഒരു ചെയ്സ് തന്നെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്നുള്ളൂ. അപ്പോൾ അതെ ESCയിൽ തന്നെയാണ് ആ ഒരു റിസീവർ കണക്ഷൻസും ഇതെല്ലാം വന്നിരിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ വരുന്നത് ഭയങ്കര ബാഡാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ഈ റിസീവറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ESC മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ESC മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിസീവർ സെപ്പറേറ്റ് മേടിക്കണം. അത് ആക്ച്വലി റിസീവർ സെപ്പറേറ്റും ESC സെപ്പറേറ്റ് ആവുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നമുക്കൊരു ഹോബി വിങ്ങിൻ്റെ ESC കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റിസീവറും കൂടി നമ്മൾ വേറൊരു റിമോട്ടും കൂടി ആഡ് ചെയ്യേണ്ടി വരും തോന്നുന്നു. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു ബാഡ് പരിപാടിയാണ്. പിന്നെ എന്താ പറയുക, പിന്നെ അതുപോലെ 2 സ്പീഡ് ട്രാൻസ്മിഷൻ്റെ അത് സെർവോ ഇവിടെ കാണാം. പിന്നെ ഇവിടെ സെർവോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഡിഫ് ലോക്ക് ഓപ്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് പണിയണമെങ്കിൽ പണിയാം. പിന്നെ അത്യാവശ്യം നല്ല ഇത്രയുള്ളൊരു ഹെവി ബാറ്ററി ട്രേ ഉണ്ട്. ഈ ബാറ്ററി ട്രേയുടെ ഉള്ളിൽ തന്നെയാണ് മറ്റേ ഇതും വന്നിരിക്കുന്നത്, എന്താ പറയുക, ESC. ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് വേറൊരു പൊസിഷൻ ആക്കി കഴിഞ്ഞാൽ ഇത്രയും നീളത്തിൽ നമുക്ക് ആ ബാറ്ററി ട്രേ യൂസ് ചെയ്യാം. പിന്നെ ഇത് ഈ കാണുന്നത് ലൈറ്റ്സിൻ്റെ മാഗ്നറ്റിക് കണക്ഷൻസ് ആണ്. നമുക്ക് വേറെ സെപ്പറേറ്റ് ഈ ബോഡിയിൽ വേറെ ഇതൊന്നുമില്ല. ഇതുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഓക്കെ, ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ചേസിനെ പറ്റി പറയാനായിട്ട്. നോർമൽ വരുന്ന FMSൻ്റെ ഒരു ചുമ്മാ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വെച്ചാൽ മതി, ലോക്കായി. നമ്മുടെ ട്രാക്സിൻ്റെ പോലെ പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഈ പിന്നെ എനിക്ക് ദേഷ്യം കാര്യമാണ്, പക്ഷേ കൊള്ളാം. യെസ് ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കിഡിലൻ ഐറ്റമായിട്ട് ഒരു മോഡിഫൈഡ് ഐറ്റമായിട്ട് നമ്മൾ വരുന്നതാണ്. നമ്മുടെ RM കസ്റ്റം ബോക്സിൻ്റെ ഒരു പ്രൊജക്റ്റ് ആയിരിക്കും. സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.